1.5 മാസം ഞങ്ങൾ കരഞ്ഞു. ബിൻസി പറയാണ്. സരിക പറയുന്നത് ഇവള് കരയുമ്പോൾ ഞാൻ കരയും, ഞാൻ കരയുമ്പോൾ ഇവള് കരയും. ഇവള് കരയുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുമെന്ന് സരിക. PR പൊങ്കാല ഇടുന്നതിനെ പറ്റിയൊക്കെ പറയുകയാണ്. അനിമോൾ അങ്ങ് സൈലൻ്റ് ആവുന്നു. അനിമോൾ ഒന്നും മിണ്ടാതിരിക്കുന്നു. അനിമോൾ ഇപ്പോൾ കരയുമോ എന്നൊക്കെ ചോദിക്കുന്നവർ, നൂറ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നത് അല്ല എനിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് ബിൻസി പറയുന്നു. അല്ല എനിക്കും ഉണ്ടായിരുന്ന പ്രശ്നം, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സരിക. അതൊന്നും അല്ല കേട്ടോ, ഞങ്ങൾക്ക് സങ്കടം വരുന്നതാണ്. നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. നമുക്ക് എന്തോ ഒരു വിഷമമാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ എന്ന് ബിൻസി പറയുന്നത്. സരികയെ അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് വിഷമമാവും, നമുക്ക് ഭയങ്കര സങ്കടമാവും. നൂറടുത്ത് പറയാം നിങ്ങളിപ്പോൾ നാളെ പോകുമെന്ന് വെച്ചാൽ അപ്പോൾ നൂറൊന്ന് ഞെട്ടി. അല്ല ഒന്ന് വിചാരിക്കും നാളെ നിങ്ങൾ പോകുമെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്കൊരു വിഷമം വരും, അറിയോ? സരിക പറയാണ്. അത് നമുക്ക് കപ്പ് കിട്ടാതെയൊന്നുമല്ല, ഈ വീടും ഇവിടെ നിൽക്കുന്നതും ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്ന പറയാണ് സരിക. വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്ര സങ്കടമാണെന്ന് സരിക. നിവിൻ പറയുന്നത് അത് ഓൾറെഡി ഞാൻ അനുഭവിച്ചതാണ് ഇവിടുന്ന് ഓടിപ്പോയപ്പോൾ. ബിൻസി പറയാം നമ്മൾ പാട്ട് കേട്ടാലേ ഉണർത്തുള്ളൂ, നമുക്ക് പാട്ട് കേൾക്കണം. ആകെപ്പാടെ 3 ആഴ്ച കണ്ട് ബിൻസി നിന്നോളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഭയങ്കര ഡാർക്കാണ് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. നമുക്ക് ഈ പാട്ടൊന്നും കേൾക്കാതെ എടുക്കാതെ എല്ലാം ഭയങ്കര പ്രശ്നമാണ് ബിൻസി. ഈ വീടൊരു മാജിക്കാണ്, നിങ്ങൾ ആ ശബ്ദമൊക്കെ മിസ് ചെയ്യുമെന്ന് ബിൻസി. അയ്യോ നമ്മൾ പെട്ടെന്നൊന്ന് കഴിഞ്ഞ് കിട്ടാൻ മതി എന്ന് വിചാരിച്ചിരിക്കുക. അപ്പം സരിയൊക്കെ ഞെട്ടുന്നു. അയ്യോ അങ്ങനെ അല്ല എന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് 2 ആഴ്ച ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് സരിക. നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല, ബിൻസി പറയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. അവർ പെടുന്ന് വിളിച്ചിട്ട് പ്ലാച്ചി ഒന്ന് കാണണമെന്ന് ശാരിക പറയാണ്. അപ്പോൾ അനു പറയാം ഞാനത് എടുക്കത്തില്ല, അങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണെന്ന്. അത് അനു ചിരിച്ചുകൊണ്ട് പറയുന്നു. ശാരിക അക്ബറും കൂടെ അവരുടെ ടീമിലോട്ട് വരുവാണ്. അപ്പം ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.